ഇവിടെ നമ്മുടെ റൊണാൾഡോയ്ക്ക് ഒരു ബോൾ ജഗിൾ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ഇംഗ്ലണ്ടും പോർച്ചുഗലും തമ്മിലുള്ള ഒരു വാശിയേറിയ മത്സരത്തിൽ റൊണാൾഡോ ഒരു ഉഗ്രൻ ക്രോസ് കൊടുക്കുകയും എന്നാൽ ബാലൻസ് കിട്ടാതെ അവിടെ ഇരുന്ന ഒരു ബോൾ ബോയുമായി കൂട്ടിയിടിച്ചു. കുറച്ചു നേരത്തേക്ക് അവർക്ക് രണ്ടുപേർക്കും ചുറ്റുമുള്ളതൊന്നും കാണാൻ സാധിച്ചില്ല. പിറ്റേന്ന് കണ്ണു തുറക്കുന്ന റൊണാൾഡോ താൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാവാതെ അവിടുന്ന് എഴുന്നേക്കുവാണ്. അതേസമയം ആ പയ്യനും അവന്റെ മുറി കണ്ടിട്ട് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇപ്പൊ രണ്ടുപേരുമുള്ള ആ സ്ഥലവും പരിസരവും അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അങ്ങനെ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവർ രണ്ടും ഞെട്ടി. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവർ രണ്ടും കൂട്ടിയിടിച്ചതോടെ ആ പയ്യന്റെ ബോഡിയിൽ റൊണാൾഡോയും റൊണാൾഡോയുടെ ബോഡിയിൽ ആ പയ്യനുമാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊന്നും വിശ്വസിക്കാനാവാതെ പയ്യന്റെ ബോഡിയിലുള്ള റൊണാൾഡോ താഴേക്ക് ഓടി ചെല്ലുന്നു. അവിടെ അവന്റെ ഫാമിലിയെ കണ്ടു. എന്നാൽ അത് റൊണാൾഡോ ആയതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്, ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന് അവരോട് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ട് അവന്റെ ഫാമിലി പൊട്ടിച്ചിരിച്ചു. അങ്ങനെ ഇപ്പൊ റൊണാൾഡോയുടെ ബോഡിയിലുള്ള പയ്യന് അവന്റെ സ്റ്റാഫ് ഒരു ലക്ഷറി കാറിന്റെ കീ കൊടുത്തു. വണ്ടി അധികം ഓടിക്കാത്ത അവൻ അതെവിടെയോ ഇടിച്ചു കയറ്റി. അതേസമയം നമ്മുടെ റൊണാൾഡോ ഒരു തക്കിട വണ്ടിയിലാണ് പ്രാക്ടീസിനായി പോകുന്നത്. അവസാനം എങ്ങനെയോ പ്രാക്ടീസ് ചെയ്യാൻ എത്തിയ പയ്യൻ അവൻ എത്രയെല്ലാം ശ്രമിച്ചിട്ടും ജഗിൾ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അതേസമയം പയ്യന്റെ ബോഡിയിലുള്ള റൊണാൾഡോയുടെ കളി കണ്ട് അവന്റെ കൂട്ടുകാരുൾപ്പെടെ അത്ഭുതപ്പെട്ടു. അങ്ങനെ റൊണാൾഡോ ആ പയ്യന്റെ ബോഡി വെച്ച് വളരെ കഠിനമായി ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. ബാഗിൽ വെയിറ്റ് ഇട്ടുകൊണ്ടാണ് ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരെ പോകുന്നത്. എന്നാൽ റൊണാൾഡോയുടെ ബോഡിയിലുള്ള പയ്യന് ഒരു പാസ് കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവനും അന്ന് തൊട്ട് കഠിനമായി ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങി. തനിക്ക് കിട്ടേണ്ട ട്രോഫി തന്റെ ബോഡിയിലുള്ള പയ്യൻ എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുവാണ് റൊണാൾഡോ. അങ്ങനെ ആ പയ്യന്റെ ബോഡി വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഓരോ മാച്ചും മികച്ചതായി കളിച്ച് നമ്മുടെ റൊണാൾഡോ അവസാനം ഒരു ക്ലബിൽ കയറുന്നു. അങ്ങനെ അതിനുശേഷം ഇംഗ്ലണ്ടും പോർച്ചുഗലും തമ്മിൽ ഒരു വേൾഡ് കപ്പ് മാച്ച് വരുന്നു. പോർച്ചുഗലിനായി റൊണാൾഡോയുടെ ബോഡിയിലുള്ള ആ പയ്യനും ഇംഗ്ലണ്ടിനായി ആ പയ്യന്റെ ബോഡിയിലുള്ള റൊണാൾഡോയും അവസാനം കണ്ടുമുട്ടി. അവർ രണ്ടുപേരും ആ കളിയിൽ വളരെ മികച്ചതായി കളിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ റൊണാൾഡോയുടെ ബോഡിയിലുള്ള ആ പയ്യൻ എങ്ങനെയാണോ റൊണാൾഡോ കളിക്കുന്നത് അതുപോലെ കളിച്ചുകൊണ്ട് ഒരു ഗോൾ ഇട്ടു. അതിനുശേഷം ആ പയ്യന്റെ ബോഡിയിലുള്ള റൊണാൾഡോ ഗോൾ അടിക്കാനായി പോകുമ്പോൾ അത് തടയാനായി വന്ന റൊണാൾഡോയുടെ ബോഡിയിലെ പയ്യനുമായി കൂട്ടിയിടിച്ചതും അവർക്ക് രണ്ടുപേർക്കും വീണ്ടും ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. അവിടുന്ന് എണീറ്റ് റൊണാൾഡോ ആദ്യം തന്നെ തന്റെ ബോഡി നോക്കുന്നു. അങ്ങനെ ഇപ്പോൾ റൊണാൾഡോയ്ക്ക് തന്റെ ഒറിജിനൽ ബോഡി കിട്ടി. അതുപോലെ തന്നെ ആ പയ്യനും അവന്റെ ഒറിജിനൽ ബോഡിയിലേക്ക് വന്നു. ശേഷം അവനെ എണീപ്പിച്ച് നന്നായി കളിക്കാനായി പറഞ്ഞു.